ശ്രീ കോവൂർ കുഞ്ഞുമോൻ, താങ്കൾ പഠിച്ച സ്കൂളാണ് ഇതെന്ന് കേട്ടിരുന്നു, ശരിയാണോ? ഞാൻ മാത്രമല്ല, ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി ഉൾപ്പെടെ അതെ, കൊല്ലം ജില്ലയിലെ DCC പ്രസിഡന്റ് പഠിച്ചതും പഠിപ്പിച്ചതും പ്രഥമാധ്യാപകനായതും മഹാനായ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറ് 15 കിലോമീറ്റർ നടന്ന് വന്ന് പഠിച്ചു പോയ ഏക സ്കൂളാണ് തേവലക്കര. ശരി, അതാണ് ആ സ്കൂളിന്റെ ചരിത്രം. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ഞാൻ ചോദിച്ചത് താങ്കൾ പഠിച്ച സ്കൂളാണ്. ഒരു സ്കൂളാണ്. ശരി, പേരുള്ള സ്കൂളാണ്, താങ്കൾ പഠിച്ച സ്കൂളാണ്. അവിടെ വന്നിരിക്കുന്ന ദുരന്തം, ആ ദുരന്തം അറിഞ്ഞു കഴിഞ്ഞിട്ടും താങ്കൾ ഇന്നലെ എത്തിയത് വളരെ വൈകിയാണ്. അതിനുശേഷം താങ്കളുടെ പ്രതികരണം വീഴ്ച സംഭവിച്ചിട്ടില്ല ആർക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അങ്ങ് അങ്ങനെ പ്രതികരിക്കുക? ഞാൻ പറയട്ടെ, ഞാൻ ആ സ്കൂളിൻ്റെ മുന്നിൽ വന്ന് നാടകം കളിക്കാനുള്ള വ്യക്തിയല്ല MLA. ആ കുട്ടിയുടെ ബോഡിയുടെ കൂടെയായിരുന്നു ഞാൻ. തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ആ മീറ്റിങ്ങിൽ ഇന്നലെ രാവിലെ മുതൽ ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ. നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ചാനലുകാർ വരെ അവിടെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ സ്പീച്ച് അവരെടുത്തല്ലോ. ഞാൻ ആ കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൊല്ലം ജില്ലാ കളക്ടർ അടക്കമുള്ളവർ, വിദ്യാഭ്യാസ ഡയറക്ടർ, DPI അടക്കമുള്ളവർ വന്ന് ഈ ബോഡി കണ്ടതിന് ശേഷമാണ് ഞാൻ തന്നെയാണ് ആംബുലൻസിൽ കയറി മിഥുൻ്റെ മൃതശരീരം ശാസ്താംകോട്ട ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ എത്തിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ വീട്ടിൽ പോയി രക്ഷകർത്താവിനെ കണ്ടു, കൊച്ചനുജനെ കണ്ടു. അവിടുത്തെ ഒരു മുത്തശ്ശി വാവിട്ട് നിലവിളിക്കുകയാണ്. സത്യത്തിൽ അത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി ഇങ്ങനെ അതിദാരുണമായി മരണപ്പെട്ടപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആഹ്ലാദത്തിലേക്ക് പോയ ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അങ്ങ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക. ഞാൻ അതിനു വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടി നിന്നതല്ല. ഞാൻ ആ കുട്ടിയുടെ മൃതശരീരത്തിനോടൊപ്പം നിന്ന് വൈകിട്ടാണ് സ്കൂളിലെത്തിയത്. എനിക്ക് സ്കൂളിലെത്തേണ്ടെന്നല്ല ആദ്യത്തെ പ്രശ്നം. ഞാൻ ആ സ്കൂളിലെത്തേണ്ടുന്നവനല്ലല്ലോ. ഈ കുട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്താം, അങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് പരമാവധി നോക്കിയിട്ട് നടന്നില്ല. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വരെ ആ കുട്ടിക്ക് ചലനമുണ്ടായിരുന്നു. തീവ്ര പരിചരണ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്. എന്നാൽ നമുക്ക് ആ കുട്ടി നഷ്ടപ്പെട്ടു. ഒരു കേരളത്തിലെ ഒരു മകനെയാണ് മിഥുനിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഞാൻ ആഹ്ലാദപ്രകടനം നടത്താൻ വന്നതല്ല, അവിടെ പോയി ഷോ കാണിക്കാൻ നിൽക്കുന്ന ആളല്ല. ഇതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. ആ കുട്ടിക്കൊപ്പം ആശുപത്രിയിലായിരുന്നു എന്നുള്ള കാര്യം ഞാനൊന്ന് പറയട്ടെ. അങ്ങൊന്ന് കേൾക്കൂ. താങ്കൾ ഇപ്പോൾ കുട്ടിയുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയി, അതിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, നല്ല കാര്യം. ആ വീട്ടിലേക്ക് പോയി അവിടുത്തെ സ്ഥിതിയും അറിഞ്ഞു. ശരി, സ്കൂളിലേക്ക് എത്തുന്നത് നാടകമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്കൂളിൽ ഉത്തരവാദപ്പെട്ട പ്രധാനാധ്യാപകനും അവിടുത്തെ പ്രിൻസിപ്പളും അടക്കമുള്ളവർ, മാനേജ്മെന്റിലെ പ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്. അവരോട് ചോദ്യം ചോദിക്കേണ്ടവരിൽ ഒരാളായിരുന്നു അങ്ങ് ആ സമയത്തൊന്നും കണ്ടില്ല. സ്കൂളിന് മുന്നിൽ നാടകമല്ലല്ലോ, അത് ചോദിക്കണമല്ലോ. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് അങ്ങ് കൂടി പഠിച്ച ആ സ്കൂളിന്റെ ചരിത്രത്തെക്കുറിച്ച് അങ്ങ് തന്നെ വാചാലനാകുന്നു. ആ സ്കൂളിനെ കുറിച്ച് അവിടെ ഇങ്ങനെ നിയമവിരുദ്ധമായി കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അവിടെ ഒരു വൈദ്യുതി ലൈൻ കടന്നിരുന്നു എന്നുള്ള കാര്യം സ്ഥലം MLA നിലയ്ക്ക് അങ്ങ് എന്തുകൊണ്ട് അറിയാതെ പോയി? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, അവിടുത്തെ എൻ്റെ ഗുരുനാഥനും ആ സ്കൂളിൽ പഠിപ്പിച്ച P. രാജേന്ദ്ര പ്രസാദ് സാർ ഉണ്ടായിരുന്നല്ലോ. ആ സാറെന്താ ശ്രദ്ധിക്കാന്ന്? ആ സാറെന്താണ് ശ്രദ്ധിക്കാതിരുന്നത്? അദ്ദേഹം HMLA ആയിരുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചില്ലല്ലോ. ഞാൻ അവിടെ MLA ആയതിനു ശേഷം അവിടെ പല പരിപാടിക്കും പോയി. ഗ്രൗണ്ടിൽ പോകേണ്ടുന്ന കാര്യം എനിക്ക് വന്നിട്ടില്ല. എനിക്കെന്നല്ല ആർക്കും അവിടെ പുറകുവശത്ത് ഗ്രൗണ്ടിൽ പോകേണ്ടുന്ന സാഹചര്യം വന്നിട്ടില്ല. ഇപ്പോഴീ സംഭവം അറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും അവിടെ പോയത്. അത് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. പ്രധാന അധ്യാപകയ്ക്ക് പിഴവ് പറ്റിയെന്ന് തന്നെയാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത്. പ്രധാനാധ്യാപിക സസ്പെൻഷൻ എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാനേജ്മെന്റ് ഉത്തരവിറക്കിയിരിക്കുന്നു. മാനേജ്മെന്റ് അത് ചെയ്തില്ലെങ്കിൽ സർക്കാരിന് അതിന് വഴികളുണ്ട് എന്ന വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. സസ്പെൻഡ് ചെയ്യുകയും ശരി, ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു.
ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രധാന അധ്യാപക ഒന്ന് കേൾക്കൂ കുഞ്ഞുമോൻ, പ്രധാന അധ്യാപകയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. സ്ഥലം MLA എന്ന നിലയ്ക്ക് താങ്കളുടെ ഉത്തരവാദിത്തങ്ങൾ എവിടെ വരെയാണ്? എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ സ്കൂളിൽ നടന്ന അതിദാരുണമായ സംഭവത്തിൽ ഞാനും വേദനിക്കുന്ന ഒരാളാണ്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും വേദനിക്കുന്നവരാണ്. ലോക സമൂഹം മൊത്തവും വേദനിക്കുന്നവരാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, നമ്മൾ വേദന ചർച്ച ചെയ്യാൻ മാത്രമല്ല ഇരിക്കുന്നത്, അനാസ്ഥയ്ക്ക് കാരണക്കാർക്കെതിരെ എന്തു നടപടി എന്നുള്ള സസ്പെൻഷൻ എന്നുള്ളൊരു നടപടിയല്ല. സസ്പെൻഷൻ എന്നുള്ളത് മാറ്റി നിർത്തലാണ്. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മാറ്റി നിർത്തലാണ് സസ്പെൻഷൻ. അതൊരു ആത്യന്തികമായ നടപടിയല്ല. നോക്കൂ, നേരത്തെ ബിന്ദു എന്നൊരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീ മരിച്ചല്ലോ. മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണിട്ട് നഷ്ടപരിഹാരം കൊടുത്തു. ആ പാവപ്പെട്ട വീട്ടിൽ മന്ത്രിമാരെത്തുന്നു, വിഷമം പറയുന്നു, സഹതപിക്കുന്നു, കരയുന്നു, പിടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പൈസ കൊടുത്തു. അവരെ സംബന്ധിച്ച പാവപ്പെട്ട കുടുംബമാണ്. അവരുടെ പ്രതികരണം അവിടെ തീരുകയാണ്. അതിലപ്പുറം പറയാൻ അവർ നിസ്സഹായരാണ്. ഒരുപക്ഷെ മിഥുന്റെ കുടുംബത്തിനെയും ആ നിസ്സഹായത ഉണ്ടാകാം. അവിടെ കഴിയുകയാണോ കാര്യങ്ങൾ? എവിടെയാണ് നടപടി? സസ്പെൻഷൻ മാത്രമാണോ നടപടി? ഉത്തരവാദപ്പെട്ട എത്ര പേർക്കെതിരെ കൃത്യമായ നടപടിയിലേക്ക് പോകും സർക്കാർ എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം ഉന്നയിക്കേണ്ടത് ശ്രീ കോവൂർ കുഞ്ഞുമോൻ താങ്കളാണ്. സ്ഥലം MLA ആണ്. ആ ചോദ്യം ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം KSEB തെറ്റുകാരാണ്, മാനേജ്മെൻറ്റ് തെറ്റുകാരാണ്. ഇവർ രണ്ടുപേരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അവരെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത എനിക്കില്ല. കർശനമായ നടപടി സ്വീകരിച്ചു. HM സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തതാണ്. അവിടുത്തെ മാനേജരെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. അദ്ദേഹം ഇതിൻ്റെ പ്രതിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.